എങ്കിലും ഒരു വലിയ കാര്യമാണ്. കാരണം അതിനെ മറികടക്കാൻ പ്രചാരണം പുറത്ത് കേൾക്കുന്നത് സ്വാഭാവികമായിട്ട് ഈവൻ കോഴിക്കോട് പോലും സ്വാഭാവികമായിട്ട് ഉണ്ടാക്കുന്ന പരിസ്ഥിതി പ്രശ്നങ്ങളിൽ എപ്പോഴും പരിസ്ഥിതിവാദികളിലൊക്കെ പരിസ്ഥിതി. ഞങ്ങളെ വൈസ് പ്രസിഡന്റ് അതിലെ ജീവനക്കാരനായിരുന്നു. നമ്മളെ മെമ്പർമാരിൽ ആലി പോലുള്ള, അതുപോലെ തന്നെ നമ്മളെ ഹെൽപ്പ് ഡെസ്കിലെ വിജയൻ അവിടുത്തെ കോപ്പറേറ്റീവ് സ്റ്റോറിലെ ജീവനക്കാരനായിരുന്നു. ഒന്ന് സപ്ലിമെന്റ് ചെയ്യാനുള്ളത്, ഞാനവിടെ ഹെൽത്ത് ഇൻസ്പെക്ടർ എന്നുള്ള എനിക്ക് പരാതി വന്നിട്ട് അടുത്ത ദിവസം പോയി നോക്കി. അവിടെ ലഗൂൺ ടാങ്ക് ഉണ്ട്, ഒരു കംപ്ലീറ്റ് ലഗൂൺ ടാങ്കിൽ മത്സ്യം ധാരാളം വളരുന്നുണ്ട്. എനിക്ക് അത് പഠിക്കേണ്ട വിഷയമാണ്, ഒരു ഡിബേറ്റ് ചെയ്യേണ്ടതാണ്. ധാരാളം മത്സ്യമുണ്ട്. അവിടുത്തെ ആളുകൾ പറയുന്നത് മത്സ്യം വളരണമെങ്കിൽ ഒരു വിഷം ആ അർത്ഥത്തിൽ ഉണ്ടാവില്ല എന്നാണ്. ധാരാളം വലിയ മത്സ്യം, ബ്രാല് പോലുള്ള മത്സ്യം ഞാൻ പോയി കണ്ടതാണ്. അപ്പോൾ എനിക്ക് റിപ്പോർട്ട് എഴുതേണ്ടി വന്നത് അതിൽ ജീവജാലങ്ങൾ ഉണ്ട്. അപ്പം അത് അത്രത്തോളം മാരകമായിട്ടുള്ള സാധനം ഉണ്ടോ എന്നുള്ളത് ഫർദർ സ്റ്റഡി നടത്തണം എന്നാണ് റിപ്പോർട്ട് കൊടുത്തത്. അല്ല എങ്കിൽ പോലും, കാരണം ചാലിയാറിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞു കേട്ടുള്ള ഒരു വാക്കെന്ന് പറയുന്നത്, നമ്മളെപ്പോഴും കണ്ടിട്ടുള്ള ഒരു ദൃശ്യം എന്ന് പറഞ്ഞാൽ ചത്തുപൊങ്ങിയ മീനുകളുടെ ദൃശ്യമാണ് പലപ്പോഴും ചാലിയാറിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം കാണിക്കുന്ന വിഷ്വൽ ഉണ്ടായിരുന്നത്. പക്ഷെ അത് മാറിയിട്ടുണ്ടെങ്കിൽ അതൊരു, എനിക്ക് തോന്നുന്നു ഇത്രയും കാലത്തിന് ശേഷം ഒരു വലിയ കാര്യമാണ്, നല്ല കാര്യമാണ്. സർ നമുക്ക് മാർക്ക് ചോദിക്കാം അല്ലേ? മാർക്ക് 15-ൽ 12. 15-ൽ 12. 10-ൽ 8.5. 10-ൽ 8. 10-ൽ 8. ഈ പഞ്ചായത്തിന് കിട്ടിയിരിക്കുന്ന ടോട്ടൽ മാർക്സ് 60-ൽ 48.5. ഈ പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ നിങ്ങൾ താല്പര്യം തോന്നിയെങ്കിൽ തീർച്ചയായും ഈ പഞ്ചായത്തിന് SMS അയക്കുക. SMS അയക്കേണ്ട ഫോർമാറ്റ് GKE സ്പേസ് MVR സ്പേസ് 10-ൽ നിങ്ങൾ നൽകാൻ ഉദ്ദേശിക്കുന്ന മാർക്ക്. SMS അയക്കേണ്ട നമ്പർ 537-252. അടുത്ത നമ്മുടെ യാത്ര പാലക്കാട് ജില്ലയിലെ കോങ്ങാട് ഗ്രാമപഞ്ചായത്തിലേക്കാണ്. അതിനു മുമ്പ് ചെറിയൊരു ഇടവേള. വേണ്ട നമുക്കിനി രോഗങ്ങൾ വ്യാധികൾ, വേണ്ട വേണ്ടേ നമുക്കി കൊതുകിന്റെ താണ്ഡവം. വീടും പരിസരവും വൃത്തിയാക്കൂ, കൊതുകിന്റെ താവളങ്ങൾ നശിപ്പിക്കൂ, മാരക രോഗങ്ങളോട് വിട പറയൂ, വീണ്ടും ഒരു ദുരന്തമൊഴിവാക്കൂ. നാടിനെ നമ്മുടെ വീടായി കരുതണം, വൃത്തിയായി ഭംഗിയായി സൂക്ഷിക്കണം. രോഗം പരത്താത്ത മണ്ണിന്റെ മാറിലെ ആരോഗ്യമോടെ ജനങ്ങൾ വാഴൂ. എന്റെ കേരളം മാലിന്യമുക്തം. മാലിന്യമുക്തമായ ഒരു കേരളം ലക്ഷ്യമെങ്കിൽ വ്യക്തി ശുചിത്വം പോലെ സാമൂഹിക ശുചിത്വവും പാലിക്കണം. മാലിന്യമുക്ത കേരളത്തിനായി നമുക്ക് ഒരുമിച്ച് പ്രയത്നിക്കാം. എന്റെ കേരളം മാലിന്യമുക്തം. മാലിന്യ ഭീഷണിയെ ഒരു ഗ്രാമം എങ്ങനെ നേരിട്ടു എന്നറിയാൻ നമുക്ക് സ്വാഗതം ചെയ്യാം പാലക്കാട് ജില്ലയിലെ കോങ്ങാട് ഗ്രാമപഞ്ചായത്തിനെ ഗ്രീൻ കേരള എക്സ്പ്രസിന്റെ വേദി. കോങ്ങാടിന്റെ വികസന പ്രവർത്തനങ്ങളെ നമുക്ക് പരിചയപ്പെടുത്താനായി എത്തിയിരിക്കുന്നത് പ്രസിഡന്റ് ശ്രീ PN മോഹൻദാസ്, സെക്രട്ടറി ശ്രീ KP ചാക്കോ, ശ്രീ സിസിമോൻ തോമസ്, ശ്രീമതി MS കോമളവല്ലി, ശ്രീമതി S ഉമൈബ. സാർ എങ്ങനെയാണ് സാറിന്റെ നാടിനെ ഈ ലോകത്തിന് പരിചയപ്പെടുത്തുന്നത്? ഇവിടെ സൂചിപ്പിച്ച നക്സലൈറ്റ് ആക്രമണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞങ്ങൾ മറക്കാൻ ശ്രമിക്കുന്ന ഒരു സംഭവമാണ്. ഞങ്ങൾ ഓർക്കാൻ ശ്രമിക്കുന്നത് സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ പങ്കെടുത്ത ധീരദേശാഭിമാനികൾ കോങ്ങാട്ടുണ്ടായിരുന്നു. വള്ളുവനാടിൻ്റെ സംസ്കാരം ഉൾക്കൊള്ളുന്ന ഒരു ഉൾനാടൻ ഗ്രാമപ്രദേശമാണ് കോങ്ങാട്. ഇനി നമുക്ക് കോങ്ങാട്ടിലെ ചില കാഴ്ചകൾ കാണാം. പണ്ട് കോങ്ങനാട് എന്നറിയപ്പെട്ടിരുന്ന പ്രദേശമാണ് പാലക്കാട് ജില്ലയിലെ ഇന്നത്തെ കോങ്ങാട്. 1766 മൈസൂർ സുൽത്താനായ ഹൈദരാലി പാലക്കാട് കോട്ട നിർമ്മിച്ചത്. അദ്ദേഹത്തിന്റെ മരണശേഷം ഈ കോട്ടയിലേക്കുള്ള ടിപ്പുവിന്റെ പ്രയാണം പുതുപ്പരിയാരം, കോങ്ങാട്, കോട്ടായി പ്രദേശങ്ങളിലൂടെയായിരുന്നു. പാലക്കാട് കോട്ടശ്ശേരിയിൽ നിന്ന് മണ്ണാർക്കാട് വരെ പോകുന്ന പാത ടിപ്പു സുൽത്താനാണ് നിർമ്മിച്ചത്. അത് ടിപ്പുവിന്റെ പേരിൽ തന്നെ ഇന്നും അറിയപ്പെടുന്നു. ഭരണാധികാരികളുടെ ചരിത്രം മാത്രമല്ലല്ലോ ഒരു പ്രദേശത്തിന്റെ ചരിത്രം. 1970 നക്സലിസം ശക്തി പ്രാപിച്ച സമയത്ത് അവരുടെ ഉന്മൂലന സിദ്ധാന്തം നടപ്പിലാക്കിയതിൽ ഏറ്റവും കോളിളക്കം സൃഷ്ടിച്ച സംഭവം നടന്നത് ഇവിടെ ഈ മണ്ണിലാണ്. കോങ്ങാട് നാരായണൻകുട്ടി നായർ എന്ന ജന്മിയെ വധിച്ച് അയാളുടെ തല വെട്ടിവെച്ച് കൊണ്ടുവച്ചത് ഈ കൊളപ്പുരയിലായിരുന്നു.
പണ്ട് ഇവിടെ വലിയ തറവാടും എല്ലാം ഉണ്ടായിരുന്നു. ഇപ്പം എല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞു പോയി. ഈ പ്രദേശം ഇങ്ങനെ വിജനമായി കിടക്കുകയാണ്. കോങ്ങാട് പഞ്ചായത്തിലെ ഏക ഹൈസ്കൂളാണ് KPRPHS. 1951 18 ദിവസം കൊണ്ട് ശ്രീ ചിന്നുക്കുട്ടൻ നായരാണ് ഈ വിദ്യാലയം സ്ഥാപിച്ചത്. ഇന്ന് 1464 കുട്ടികൾ ഇവിടെ പഠിക്കുന്നു. ഇത് റിട്ടയർഡ് IG VN രാജൻ സാർ, അദ്ദേഹത്തിന്റെ സഹധർമ്മിണി ശ്രീമതി തങ്കം. കോങ്ങാട്ടത്തെ ആദ്യത്തെ ഹൈസ്കൂൾ KPRP സ്കൂൾ ഉണ്ടാക്കുന്നത് അച്ഛനാണ്. എന്തായിരുന്നു ആ സ്കൂൾ ഉണ്ടാക്കാനുള്ള ഒരു സാഹചര്യം? ഇവിടെ അടുത്തൊന്നും വേറെ സ്കൂൾ ഇല്ലായിരുന്നു. കടമ്പഴിപ്പുറത്തെ സ്കൂൾ കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഇല്ലായിരുന്നു. ഇത്രയും ദൂരം നടന്നിട്ടാണ് പോയിരുന്നു. അപ്പോൾ ഇവിടെ ഒരു സ്കൂളിന് സാങ്ഷൻ ആയിട്ട് സ്ഥലമില്ല, ഫണ്ടില്ല, പറഞ്ഞത് ക്യാൻസലാവുമെന്ന് വന്നപ്പോൾ എല്ലാവരും പറഞ്ഞു ഒന്ന് പിരിവ് നടത്തി സ്കൂൾ തുടങ്ങുകയാണ്. അച്ഛന് മോഹം ഉണ്ടായിരുന്നു അച്ഛൻ്റെ പേരിൽ മെമ്മറി ആയിട്ട് ഒരു സ്കൂൾ തുടങ്ങണം. അച്ഛൻ ശരിക്ക് ഒരു ഇതുണ്ടായിട്ടും ശരിക്കും സ്കൂളിൽ പോയില്ല, പഠിച്ചില്ല എന്ന്, അതുകൊണ്ട് ഒന്ന് തുടങ്ങണം എന്നുണ്ടായിരുന്നു. വികസനത്തിന്റെ കാര്യത്തിൽ എന്തൊക്കെയാണ് ഈ പഞ്ചായത്ത് നടത്തുന്നത്? ഞങ്ങളുടെ ഭരണസമിതി അധികാരത്തിൽ വരുന്നിരുന്ന ഘട്ടത്തിൽ ദുർഗന്ധപൂരിതമായിരുന്നു കോങ്ങാട് ടൗൺ. 200-ലധികം കടകളും ബസ് സ്റ്റാൻഡും അതുപോലെ പച്ചക്കറി ചന്തയും കന്നുകാലി ചന്തയും 2 വിദ്യാലയങ്ങളും 2 ക്ഷേത്രങ്ങളും 2 പള്ളികളും എല്ലാം ഉൾക്കൊണ്ട ഒരു കേന്ദ്രമാണ് കോങ്ങാട് ടൗൺ. അത് പുഴുവരിച്ച് കിടന്നിരുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ടൗണിനെ വൃത്തിയാക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങൾ ആദ്യം ഏറ്റെടുത്ത ഉത്തരവാദിത്വം. ഇതോടൊപ്പം തന്നെ സമ്പൂർണ്ണ ശുചിത്വ യജ്ഞം പഞ്ചായത്തിലാകെ വ്യാപിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ എല്ലാ ഭാഗങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയിട്ടുണ്ട്. നമുക്കെന്തായാലും ഈ പഞ്ചായത്തിന്റെ വികസന കാഴ്ചകൾ കണ്ടുവരാം. പാലക്കാട് ജില്ലയിൽ വളർന്നുകൊണ്ടിരിക്കുന്നതും വളരെ പഴക്കമുള്ളതുമായ വ്യാപാര മേഖലയിൽ ഒന്നാണ് കോങ്ങാട് ടൗൺ. 200-ൽ പരം കടകൾ, ബസ് സ്റ്റാൻഡ്, പച്ചക്കറി ചന്ത, കന്നുചന്ത തുടങ്ങി പലവിധ ആവശ്യങ്ങൾക്കായി നിത്യേന അനേകം പേർ വന്നുപോയിക്കൊണ്ടിരിക്കുന്നതുമായ ഒരു വാണിജ്യ കേന്ദ്രമായതിനാൽ ദിവസവും വളരെയധികം മാലിന്യങ്ങളാണ് ടൗണിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ നിന്ന് ടൗണിനെ രക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് കോങ്ങാട് ഗ്രാമപഞ്ചായത്ത് ക്ലീൻ കോങ്ങാട് പദ്ധതി നടപ്പിലാക്കി വരുന്നത്. അഴുക്ക് നിറഞ്ഞ പുഴുവരിച്ചു കിടന്നിരുന്ന ഓടകൾ കൊതുകുകളുടെ ആവാസ കേന്ദ്രങ്ങളായിരുന്നു. കോങ്ങാട് ടൗൺ ദുർഗന്ധപൂരിതമായിരുന്നു. ഒരു ടൗണിലെ മാലിന്യ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വ്യാപാരികളുടെയും മറ്റ് സ്ഥാപനങ്ങളുടെയും ചെറുകിട കച്ചവടക്കാരുടെയും പൊതുജനങ്ങളുടെയും ഒക്കെ സഹകരണം ആവശ്യമുണ്ട് എന്ന തിരിച്ചറിവിലാണ് കോങ്ങാട് സാനിറ്റേഷൻ ഡ്രൈനേജ് ആൻഡ് ഡെവലപ്മെന്റ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്തത്. ജലനിധിയുടെയും ടോട്ടൽ സാനിറ്റേഷൻ ക്യാമ്പയിനിംഗ് മിഷന്റെയും ധനസഹായത്തോടെ ക്ലീൻ കോങ്ങാട് പദ്ധതി ആരംഭിച്ചു. ആദ്യഘട്ടത്തിൽ റോഡിനിരുവശവും ചാലുകൾ നിർമ്മിച്ച് സ്ലാബിട്ടു. ബസ് സ്റ്റാൻഡ് വിപുലീകരിച്ചു. കന്നുചന്തയിലും ബസ് സ്റ്റാൻഡിലും കംഫർട്ട് സ്റ്റേഷൻ സ്ഥാപിച്ചു. മുണ്ടൂർ IRTCയുടെ സഹകരണത്തോടെ സ്ഥാപിച്ച ഖരമാലിന്യ സംസ്കരണ പ്ലാന്റ് ക്ലീൻ കോങ്ങാട് പദ്ധതിയുടെ ഒരു പ്രധാന ചുവടുവയ്പായിരുന്നു. ഭരണസമിതി അംഗങ്ങളുടെ സംഭാവന ഉപയോഗിച്ച് പ്ലാന്റിലേക്ക് ഒരു റോഡും നിർമ്മിച്ചു. ശുചിത്വ സേനാംഗങ്ങളായി 15 പേരെ തെരഞ്ഞെടുക്കുകയും ധോണി ഫാമിലും മുണ്ടൂർ IRTCയിലുമായി അവർക്ക് പരിശീലനം നൽകുകയും ചെയ്തു. യൂണിഫോമും ഉപകരണങ്ങളും നൽകി. ചന്ത ദിവസങ്ങളിലും അല്ലാതെയും വലിച്ചെറിയുന്ന മാലിന്യങ്ങൾ, കുന്നുകൂടുന്ന അവശിഷ്ടങ്ങൾ തുടങ്ങിയവ ദിവസവും കൈവണ്ടികളെ ശേഖരിച്ച് സംസ്കരണത്തിനായി പ്ലാന്റിൽ എത്തിക്കുന്നതും ഇവർ തന്നെ. ഇവിടെ കൊണ്ടുവരുന്ന മാലിന്യങ്ങൾ വിവിധ ഘട്ടങ്ങളിലായി കമ്പോസ്റ്റ് വളവും വെർമി വാഷും ആക്കി മാറ്റുന്നു. കമ്പോസ്റ്റ് വളം കിലോഗ്രാമിന് 6 രൂപ പ്രകാരവും വെർമി വാഷ് ലിറ്ററിന് 25 രൂപ പ്രകാരവും വിൽക്കുന്നു. ലാഭം ഞങ്ങൾക്ക് വളം വിറ്റിട്ടുള്ള ലാഭം ഞങ്ങൾക്കുള്ളത് തന്നെയാണ്. പിന്നെ ഞങ്ങൾക്ക് ഈ കടക്കാർ തരുന്ന പൈസ പിരിച്ചിട്ടാണ് ഞങ്ങൾക്ക് ശമ്പളമായിട്ട് കിട്ടുന്നത്. മാസം ബാങ്കിൽ ഞങ്ങൾ അന്നു കിട്ടിയ പൈസ ബാങ്കിൽ കിട്ടും. അത് മാസം കഴിയുമ്പോൾ ഒരു പൈസ ഞങ്ങൾക്ക് എല്ലാവർക്കും ശമ്പളമായിട്ട് ഞങ്ങളത് എടുക്കും. 1000 രൂപയായിട്ട് ഞങ്ങളത് ശമ്പളമായിട്ട് എടുക്കും. അങ്ങനെ ഞങ്ങൾ മാസം 1000 രൂപ വെച്ച് ശമ്പളം എടുക്കും. പിന്നെ ഞങ്ങൾക്ക് ഈ വളത്തുനിന്ന് കിട്ടുന്ന ലാഭം എല്ലാം കൂടി കിട്ടിയാലും ഈ ശമ്പളം തന്നെ ഉള്ളൂ. ഇവിടെ എത്തുന്ന മാലിന്യങ്ങളിൽ പ്ലാസ്റ്റിക് വേർതിരിച്ചെടുത്ത് ചെറിയ പ്ലാസ്റ്റിക് ബ്ലോക്കുകളാക്കി മാറ്റാനുള്ള സംവിധാനവും ഇവിടെയുണ്ട്. നമ്മൾ ഈ മെഷീനിലിട്ട് തിരിച്ചത് ഇങ്ങനെ കമ്പിയിട്ട് കെട്ടി ഈ രൂപത്തിലാക്കി നമ്മളിവിടെ സ്റ്റോക്കാക്കി വെക്കണം. അത് ഒരു